ഒരുപാട് ആരോപണങ്ങളും വരും. അതുപോലെ പാർട്ടി നടപടി വരുന്നുണ്ട്. എന്ത് നടപടി വന്നാലും സന്തോഷത്തോടെ മനസ്സ് തുറന്ന് സ്വീകരിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. തീരുമാനം എന്താണ്? പാർട്ടി വിടാണ്? പാർട്ടി പൂർണ്ണമായിട്ട് വിടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള നിലപാടുകൾ വയ്ക്കുന്ന ഒരു പാർട്ടിയിലോട്ട് നമുക്ക് തുറന്നു പോകാൻ പറ്റില്ല. 50 വർഷത്തെ പാർട്ടി ബന്ധമെന്ന് വെച്ചാൽ ചെറുതല്ലല്ലോ. അപ്പോൾ അത് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച അവസ്ഥയിൽ എന്തായാലും ഞാനിനി ഈ പാർട്ടിയിൽ കാണത്തില്ല, അതെനിക്കറിയാം. അപ്പം നിയമ നടപടിയായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നില്ല. ഇത് അറിയിക്കേണ്ട രീതിയിൽ അറിയിച്ചു എന്നേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞു, പാർട്ടി പണ്ട് തന്നെ നമുക്ക് അങ്ങനെ താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ നിയമ നടപടിയല്ല, ഈ പാർട്ടി അറിയിച്ചു. ഇതുമായിട്ട് മുന്നോട്ട് സഹകാരിയായിട്ട് പോലും താല്പര്യമില്ല എന്നുള്ളൊരു നിലപാടിൽ ഞാൻ നിൽക്കുന്നത്. 5 ലക്ഷം രൂപ പാർട്ടി ഫണ്ടിലേക്ക് മാറ്റി സഹകരണ ബാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 5 ലക്ഷം നമുക്ക് തന്നിട്ട് ശേഷിക്കുന്ന 5 ലക്ഷം രൂപ ആ പൈസയാണ് വക മാറ്റി എടുത്തത്, രവീന്ദ്രൻ എടുത്തത്. അതായത് പാർട്ടി ഫണ്ടിലേക്ക് സഹകരണ ബാങ്കിലേക്ക് നിക്ഷേപിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 ലക്ഷം മുഴുവൻ പിരിഞ്ഞ് കിട്ടിയെന്നും ആ പാർട്ടി ഫണ്ടിൽ ഹോൾഡ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരുന്നത്. അപ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി ആ വർഷം തന്നെ മിക്കവാറും ആ വർഷം തന്നെ പൈസ അയാൾ എടുത്തിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ സമ്മർദ്ദത്തോടുകൂടിയാണ് അക്കൗണ്ടിലിട്ടിരുന്നത്. നമ്മൾ അറിയിച്ചിട്ടാണ്, സമൂഹത്തോട് ഞങ്ങൾ അറിയിച്ചിട്ടാണ് ആ പൈസ അക്കൗണ്ടിൽ കിടക്കുവാണെന്ന് അറിയിച്ചിട്ടായിട്ടത്. ഇല്ല, ഒന്നും പറഞ്ഞില്ല. പാർട്ടി അക്കൗണ്ടിൽ ഉണ്ട് എന്നേ പറഞ്ഞുള്ളൂ. ഇത് ആക്ച്വലി ഈ പൈസ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്ക് ഈ അക്കൗണ്ട് ഫണ്ട് ശേഖരണം ഇതൊന്നും ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷേ പാർട്ടി എന്ന നിലയിൽ നേതാക്കന്മാർ ഫോഴ്സ് ചെയ്തുകൊണ്ട് മാത്രം നമ്മളത് അംഗീകരിച്ചതാണ്. അപ്പോൾ അല്ലെങ്കിൽ നമുക്കതിന് താല്പര്യമില്ല, അങ്ങനെ ഒരു ഫണ്ട് ശേഖരണത്തിനോട് നമുക്ക് താല്പര്യമില്ല. പക്ഷേ പാർട്ടി നേതാക്കന്മാർ പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ കേട്ടതാണ്. പക്ഷേ ആ കാശ് തൊടുമ്പോഴത്തേക്കും അയാളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു 5 പാർട്ടി മെമ്പർഷിപ്പ് എൻ്റെ വീട്ടിലുണ്ട്. 85 5 പാർട്ടി മെമ്പർഷിപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾ പാർട്ടി മെമ്പറാണോ? അതെ, ഞാനിപ്പോൾ പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ബ്രാഞ്ചുണ്ട്, 4 ബ്രാഞ്ചുണ്ട്. സാംസ്കാരിക നായകന്മാരും അതുപോലെ കായിക രംഗത്തൊക്കെ ഉള്ള വലിയ ഏജ്ഡായിട്ടുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ളവരുടെ ബ്രാഞ്ചാണ്. അതിനകത്ത് B4 ബ്രാഞ്ചിലെ മെമ്പറാണ് ഞാൻ. അപ്പോൾ എൻ്റെ ബ്രാഞ്ചിലൊക്കെ ഞാനത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പം നിലപാടുകളെല്ലാം മോശമല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ബ്രാഞ്ചിൽ ലാസ്റ്റ് എനിക്ക് എൻ്റെ വിഷമങ്ങൾ മാത്രം പറയുകയാണെങ്കിൽ ബ്രാഞ്ചിൽ ലാസ്റ്റ് ചോദിച്ചപ്പോഴത്തേക്കും ഈ വെള്ളാപ്പള്ളിയുടെ വിഷയവും സുകുമാരനായുടെ വിഷയം ചോദിച്ചപ്പോഴത്തേക്കും ജില്ലാ സെക്രട്ടറി പ്രതികരണം തന്നെ അത് സന്ദർഭോചിത രാഷ്ട്രീയമാണ് എന്ന് പറയുമ്പോൾ അതെന്ത് സന്ദർഭത്തിന് അനുസരിച്ചുള്ള രാഷ്ട്രീയമാണ് ഈ നിലപാടുകൾ എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളൊക്കെ വിശ്വസിച്ച് വന്നത് ചാവാൻ തയ്യാറായിട്ട് മരണത്തിന് മുഖാമുഖം നിന്ന് ഫേസ് ചെയ്തിട്ടുണ്ട് 85 കാലഘട്ടത്തിൽ. അപ്പോൾ അതിനകത്ത് നിൽക്കുന്നതെല്ലാം നല്ല നിലപാടുകൾ, ജാതി മത വർഗീയത ഒന്നുമില്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടി നിലയാണ്. അതിൽ നിന്ന് മാറുന്ന നിലപാട് വരുമ്പോൾ ഇതൊക്കെ നമ്മളെ വിഷമിപ്പിച്ച കാര്യങ്ങളാണ്. പക്ഷേ ഇതൊന്നുമല്ല ഈ തരത്തിൽ പ്രതികരിക്കാൻ കാരണം ഈ രവീന്ദ്രനെ ജില്ലാ സെക്രട്ടറി ആക്കിയതാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വിഷയം വന്നപ്പോഴത്തേക്കും പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇനി ഒരുപാട് ആരോപണങ്ങളും വരും. അതുപോലെ പാർട്ടി നടപടി വരുന്നുണ്ട്. എന്ത് നടപടി വന്നാലും സന്തോഷത്തോടെ മനസ്സ് തുറന്ന് സ്വീകരിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. തീരുമാനം എന്താണ്? പാർട്ടി വിടാണ്? പാർട്ടി പൂർണ്ണമായിട്ട് വിടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള നിലപാടുകൾ വയ്ക്കുന്ന ഒരു പാർട്ടിയിലോട്ട് നമുക്ക് തുറന്നു പോകാൻ പറ്റില്ല. 50 വർഷത്തെ പാർട്ടി ബന്ധമെന്ന് വെച്ചാൽ ചെറുതല്ലല്ലോ. അപ്പോൾ അത് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച അവസ്ഥയിൽ എന്തായാലും ഞാനിനി ഈ പാർട്ടിയിൽ കാണത്തില്ല, അതെനിക്കറിയാം. അപ്പം നിയമ നടപടിയായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നില്ല. ഇത് അറിയിക്കേണ്ട രീതിയിൽ അറിയിച്ചു എന്നേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞു, പാർട്ടി പണ്ട് തന്നെ നമുക്ക് അങ്ങനെ താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ നിയമ നടപടിയല്ല, ഈ പാർട്ടി അറിയിച്ചു. ഇതുമായിട്ട് മുന്നോട്ട് സഹകാരിയായിട്ട് പോലും താല്പര്യമില്ല എന്നുള്ളൊരു നിലപാട്